ഏവർക്കും ആൽബിൻസ് മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. +1, +2 വിദ്യാർത്ഥികൾക്കുള്ള മാത്തമാറ്റിക്സ് ക്ലാസ്സുകളാണ് ഈ ചാനലിൽ കൂടി നൽകി വരുന്നത്. +1, +2 റെഗുലർ വിദ്യാർത്ഥികൾക്കുള്ള മാത്തമാറ്റിക്സ് ക്ലാസ്, ഇംപ്രൂവ്മെന്റ് സ്പെഷ്യൽ ക്ലാസ്സുകൾ, അതായത് എക്സാമിനേഷൻ ഓറിയന്റഡ് ക്ലാസ്സുകൾ, പ്രീവിയസ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്, ഒപ്പം മാത്തമാറ്റിക്സിന്റെ ചില ഞൊടുക്കു വിദ്യകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ചാനലിൽ കൂടി ഞാൻ അവതരിപ്പിക്കുന്നത്. ഇത് എന്റെ 100ാമത്തെ വീഡിയോയാണ്. ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന 100th വീഡിയോയാണ് ഈ എപ്പിസോഡ്. തീർച്ചയായും ഇതുവരെ നിങ്ങൾ നൽകിയ എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കുന്നു. നമുക്ക് തുടങ്ങാം. റെഡിയല്ലേ? സെറ്റ്സ് എന്ന ചാപ്റ്ററിൽ പ്രീവിയസ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, തുടങ്ങാം. 2018 മാർച്ചിൽ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. Consider the Venn diagram where u equal to 1, 2, 3, 4, etc. up to 13. First question, write a comma b in roster form. Second one, verify a union b the whole complement equal to a complement intersection b complement. Third one, find n of a intersection b the whole complement. ഓക്കെ, 1 by 1 ആയിട്ട് ചെയ്യാം. NCERT ടെക്സ്റ്റിനകത്ത് ഇതേപോലത്തെ ഒരു പ്രോബ്ലം ഇല്ല, പക്ഷെ ആശയങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റും വളരെ ഈസി ആയി. നോക്കിക്കോളൂ, വെൻ ഡയഗ്രാം തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം യൂണിവേഴ്സൽ സെറ്റ് ആണ് യു എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു റൈറ്റ് ദ സെറ്റ് എ ആൻഡ് ബി ഇൻ റോസ്റ്റർ ഫോം. നിങ്ങൾക്കറിയാം എന്താണ് റോസ്റ്റർ ഫോം. സെറ്റിന്റെ നൊട്ടേഷൻ ഇട്ട് എലമെന്റ്സ് കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. എ എന്ന സെറ്റിലെ എലമെന്റ്സ് ഏതാണ്? എ എന്ന സെറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ സർക്കിൾ ആണ്. ആ സർക്കിളിലെ എലമെന്റ്സ് ഏതൊക്കെ? ആ സർക്കിളിനകത്തുള്ള എലമെന്റ്സ് ഏത്? 3, 4, 6, 10. അത്രയല്ലേ ഉള്ളൂ. 3, 4, 6, 10 which is the set A in roster form. Very simple. Next, B equal to B എന്ന് പറയുന്ന സെറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ സർക്കിൾ ആണ്. ആ സർക്കിളിനകത്തുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 2, 3, 4, 5, 11. സെറ്റ് 2, 3, 4, 5, 11 അല്ലെ? വെൻ ഡയഗ്രത്തിൽ നിന്ന് എയും ബിയും എഴുതി കഴിഞ്ഞു. ഫസ്റ്റ് പാർട്ട് ഈസ് ഓവർ. സെക്കൻഡ് പാർട്ട് വി ഹാവ് ടു വെരിഫൈ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഓർമ്മയുണ്ടോ? വെരി വെരി ഇമ്പോർട്ടന്റ് റിസൾട്ട്. ഡി മോർഗൻസ് ലോ. അതിന്റെ വെരിഫിക്കേഷൻ ആണ് നടത്തേണ്ടത് അല്ലെ? വെരിഫിക്കേഷൻ ചെയ്യാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൺസിഡർ ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ബ്രാക്കറ്റിനകത്തുള്ള വാല്യൂ ആദ്യം കാണുക. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും എല്ലാ എലമെന്റ്സും എടുത്തെഴുതുക. ഒരിക്കൽ എഴുതിയത് വീണ്ടും എഴുതരുത്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്തോരും ഒരു ഓർഡർ എഴുതാം. 2, 3, 4, 5 then 6, 10, 11. ശരിയല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നോ പ്രോബ്ലം അല്ലെ? ഇതിനകത്ത് ഇത് എ യൂണിയൻ ബി എഴുതാം, അല്ലെങ്കിൽ എ യൂണിയൻ ബി വെൻ ഡയഗ്രത്തിൽ എങ്ങനെ എഴുതാം? എ എന്ന സെറ്റിലെ ബി എന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സ് എടുത്ത് എഴുതിയാൽ മതി. അതായത് ആ രണ്ട് സർക്കിളിനകത്ത് കിടക്കുന്ന എലമെന്റ്സ് എടുത്ത് എഴുതിയാൽ എന്ത് കിട്ടും? എ യൂണിയൻ ബി കിട്ടും. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. എന്താണ് മീനിങ്? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബിയിൽ ഇല്ലാത്ത എലമെന്റ്സ്. എ യൂണിയൻ ബിയിൽ ഇല്ലാത്ത എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറയുന്ന സെറ്റിലും ബി എന്ന് പറയുന്ന സെറ്റിലും ഇല്ലാത്ത എലമെന്റ്. വെൻ ഡയഗ്രത്തിൽ വളരെ ഈസി ആയിട്ട് പറയാം. ഈ രണ്ട് സർക്കിളും പോയിട്ട് ബാക്കിയുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 1, 7, 8, 9, 12, 13. അത്രയല്ലേ ഉള്ളൂ. അതങ്ങ് എഴുതിയാ പോരെ. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഫിഗർ തന്നാൽ വളരെ ഈസി ആയിട്ട് എഴുതാം. പറഞ്ഞോ? 1, 7, 8, 9, 12, 13 അല്ലെ? ഈ രണ്ട് സർക്കിളിലെ എലമെന്റ്സ് പോയിട്ട് ബാക്കിയുള്ള എലമെന്റ്സ് 1, 7, 8, 9, 12, 13. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. റൈറ്റ് ഹാൻഡ് സൈഡ് കാണാൻ വേണ്ടി ആദ്യം എന്ത് കാണണം? എ കോംപ്ലിമെന്റ്. ഈ പറഞ്ഞ ഐഡിയ ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞൂടെ? എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ എന്ന സെറ്റിലെ എലമെന്റ്സ് പോയിട്ട് ബാക്കിയുള്ളത്, അതായത് ഈ സർക്കിളിലെ എലമെന്റ്സ് പോയിട്ട് ബാക്കിയുള്ളത്. പറഞ്ഞോ? 1, 2 സെറ്റ് ഇട്ടതിന് ശേഷം 1, അല്ലെ 2, 5, 7, 11, 8, 13, അടുത്തെന്താണ്? 9 ഉണ്ടായിരുന്നു, 12 അല്ലെ? എങ്ങനെ വേണം എഴുതിക്കോളൂ, കുഴപ്പമില്ല. 1 എഴുതണം, 7 എഴുതണം, 8, 11, 5, 2, 9, 12, 13 എല്ലാം എഴുതി കഴിഞ്ഞില്ലേ? ഇതാണ് എ കോംപ്ലിമെന്റ്. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് എന്താണ്? ബി കോംപ്ലിമെന്റ്.
എന്ന് പറഞ്ഞാൽ ബി എന്ന സെറ്റിലെ എലമെന്റ് പോയിട്ട് ബാക്കിയുള്ളത് ഈ സർക്കിളിനകത്തുള്ള എലമെന്റ്സ് പോയിട്ട് ബാക്കിയുള്ളതെല്ലാം എഴുതണം അല്ലെ. സെറ്റ് ഇട്ടിട്ട് ഒരറ്റത്തിൽ നിന്ന് എഴുതാൻ നല്ലത്, ഓർഡറിൽ എഴുതുന്നേക്കാളും. 6, 10, then 1, 7, 8, 13, 12, 9. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതായത് ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് പോയിട്ട് ബാക്കിയുള്ളതെല്ലാം എഴുതുമ്പോൾ എന്ത് കിട്ടും? ബി കോംപ്ലിമെന്റ്. നെക്സ്റ്റ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിരുന്നു? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു. അത് വളരെ സിമ്പിൾ ആണ്. എ കോംപ്ലിമെന്റിലും ബി കോംപ്ലിമെന്റിലും കോമൺ ആയിട്ടുള്ളത് എടുത്തെഴുതുക. എടുത്തെഴുതുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? നേരത്തെ കിട്ടിയ സെറ്റിനെ കിട്ടും. ഈ സെറ്റിനെ കിട്ടും 1, 7, 8, 9, 12, 13 അല്ലെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഈ സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഇത് തന്നെയാണോ? അത് തന്നെയാണ്. സോ നമുക്ക് എന്ത് കിട്ടി? ഇക്വേഷൻ നമ്പർ 2 ഫ്രം 1 and 2 റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൾസോ ഈക്വൽ. therefore അവസാനം എടുത്തെഴുതണേ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എന്തായിരുന്നു വെരിഫിക്കേഷൻ? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് വിച്ച് ഈസ് ദ വെരിഫിക്കേഷൻ. വളരെ ഈസിയാണ്. Third part, we have to find n of a intersection b the whole complement. എന്ന് പറഞ്ഞാൽ a intersection b the whole complement എന്ന സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം. a intersection b the whole complement എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം. ഇത് വളരെ സിമ്പിൾ ആയിട്ട് കാണാം, കാരണം ഫിഗർ ഉള്ളത് കൊണ്ട്. അല്ലെങ്കിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു. ഇവിടെ a intersection b എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഉം 4 എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത്. അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഈ 3ഉം 4ഉം പോയിട്ട് ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും വരും. 3ഉം 4ഉം പോയിട്ട് ബാക്കിയുള്ള എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും പോയിട്ട് ബാക്കിയുള്ള 1, 2, 5, 6, 7 എക്സെട്രാ അപ് ടു 13 വരെ വരും. അത് എത്ര എലമെന്റ്സ് ഉണ്ട്? എണ്ണം എത്രയുണ്ട്? 1 മുതൽ 13 വരെ. മൊത്തം യുവിൽ 13 എണ്ണം ഉണ്ടായിരുന്നു. അതിലെന്ത് ചെയ്യണം? ഈ 2 എണ്ണം കുറച്ചാൽ പോരെ. സോ ആൻസർ എന്താണ്? 11. വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ആൻസറിലേക്ക് എത്താം. ശരി. 2018 മാർച്ചിൽ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ. A equal to set A, B, C. Write power set P of A. പിന്നെ 2 പാർട്ട് കൂടെ ഉണ്ട്. 1 by 1 ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ. ആദ്യത്തെ കേസ് എന്തായിരുന്നു? A എന്ന സെറ്റ് തന്നിട്ടുണ്ട്. We have to write power set. എന്താണ് പവർ സെറ്റ്? The set of all subset of a set is called power set. എല്ലാ സബ്സെറ്റുകളുടെയും സെറ്റിനെയാണ് എന്ത് പറയുന്നത്? പവർ സെറ്റ്. അപ്പൊ A എന്ന് പറയുന്ന സെറ്റിന്റെ പവർ സെറ്റുകൾ എഴുതണം അല്ലെ. പവർ സെറ്റ് എഴുതണമെങ്കിൽ സബ്സെറ്റുകൾ എഴുതണം അല്ലെ. നിങ്ങൾക്കറിയാം നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ഇതൊരു സബ്സെറ്റ് ആണ്. ഇനി ഓരോ എലമെന്റ് വെച്ച് എഴുതുക സബ്സെറ്റുകൾ. സെറ്റ് എ, സെറ്റ് ബി, then സെറ്റ് സി. ഇതെല്ലാം എന്താണ്? സബ്സെറ്റ് ആണ്. 2 എണ്ണം വെച്ചുള്ളത് എഴുതുക. സെറ്റ് എ കോമ ബി, നെക്സ്റ്റ് സെറ്റ് എ കോമ സി, നെക്സ്റ്റ് സെറ്റ് ബി കോമ സി അല്ലെ. ആദ്യം എന്താണ്? നൾ സെറ്റ്. ദെൻ ഓരോ എലമെന്റ് സെറ്റിനകത്ത് എഴുതി. ദെൻ 2 എലമെന്റ് വെച്ച് എഴുതി. ലാസ്റ്റ് വൺ എന്താണ്? ആ സെയിം സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ് അല്ലെ. ഇത്രയുമാണ് സബ്സെറ്റുകൾ. അതായത് എ എന്ന സെറ്റിന്റെ സബ്സെറ്റുകൾ ഇത്. ഇതിനെല്ലാം കൂടെ എന്ത് ചെയ്യുക? ഒരു സെറ്റിനകത്ത് എഴുതുക. ഈ കിട്ടുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പവർ സെറ്റ്. അതിനെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? പി ഓഫ് എ. ഒന്നാമത്തെ പാർട്ടായില്ലേ? വളരെ സിമ്പിൾ. സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് എ സെറ്റ് ഈസ് കോൾഡ് ഇറ്റ്സ് പവർ സെറ്റ്. എല്ലാ സബ്സെറ്റുകളും എഴുതുക. ദെൻ സെറ്റിന്റെ നൊട്ടേഷൻ കൊടുക്കുക. സെക്കൻഡ് പാർട്ട് വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇഫ് നമ്പർ ഓഫ് സബ്സെറ്റ് വിത്ത് 2 elements of a set P is 10. Find number of elements in the set P. Find n of P. ഒരു സെറ്റ് അത് P. ആ സെറ്റിലെ 2 എലമെന്റ് ഉള്ള സബ്സെറ്റുകളുടെ എണ്ണം എത്രയാണ്? 10 ആണ്. 2 എലമെന്റ്സ് ഉള്ള സബ്സെറ്റുകളുടെ എണ്ണം 10 എങ്കിൽ ആ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? ആ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം എന്തെന്നിരിക്കട്ടെ? n എന്നിരിക്കട്ടെ അല്ലെ. മൊത്തം n എലമെന്റ്സ് ഉണ്ട്. നമുക്ക് 2 എലമെന്റ് ഉള്ള എത്ര സബ്സെറ്റുകൾ ഉണ്ട് എന്നാണ് വേണ്ടത്. അപ്പോൾ ഒരു ഐഡിയ മനസ്സിലേക്ക് വരണം. കോമ്പിനേഷൻ എന്ന ഐഡിയ, അതായത് കോമ്പിനേഷൻ എന്ന ചാപ്റ്ററിലെ ഒരു പോർഷൻ ഇതുമായിട്ട് സെറ്റ് എന്ന ചാപ്റ്ററായിട്ട് കണക്ട് ചെയ്ത് ചോദിച്ച ഒരു പ്രോബ്ലം ആണിത്. നമുക്ക് മൊത്തം n എലമെന്റ്സ് ഉണ്ട് പി എന്ന സെറ്റിൽ. നമുക്ക് 2 എലമെന്റ് ഉള്ള എത്ര സബ്സെറ്റുകൾ? അപ്പൊ 2 എലമെന്റ് ഉള്ള സബ്സെറ്റുകളുടെ സെലക്ഷൻ അത് എത്രയും തന്നിട്ടുണ്ട്? 10 എന്ന് തന്നിട്ടുണ്ട്. അതായത് NC2 മൊത്തം പി എന്ന സെറ്റിൽ n എലമെന്റ് ഉണ്ടെന്ന് അസ്യൂം ചെയ്തു. 2 എലമെന്റ് വെച്ചുള്ള എന്താണ് സെലക്ഷൻ ചെയ്യുമ്പോൾ എത്ര എണ്ണം കിട്ടും എന്നാ പറഞ്ഞേ? 10 കിട്ടും. എങ്കിൽ n കാണണം, നമ്പർ ഓഫ് എലമെന്റ്സ് കാണുക. ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വരണം. ഇനി NC2 കാണുന്ന ഫോർമുല അറിയണം. NCR മേളിലിരിക്കുന്ന ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ R ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ ഇൻറ്റു അവയുടെ ഡിഫറൻസ് n-2 ഫാക്ടോറിയൽ ഈക്വൽ ടു എന്ത് കിട്ടി? 10. എന്താണ്? നിങ്ങൾക്കറിയാം, അറിയണം. NCR ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു n-R ഫാക്ടോറിയൽ. ആ റിസൾട്ട് ആണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തത്. വീണ്ടും
ഫാക്ടോറിയലിന്റെ ഡെഫിനിഷൻ. n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 ഇൻറ്റു എക്സെട്രാ 3 2 1 അതുവരെ എഴുതാം. പക്ഷേ ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും, അവിടെ ഫാക്ടോറിയൽ കൊടുക്കണം. വീണ്ടും ഫോർമുല n ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം? n ഫാക്ടോറിയൽ ഈക്വൽ ടു n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 അങ്ങ് പോകും. എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും, അവിടെ എന്ത് കൊടുക്കാം? ഫാക്ടോറിയൽ നൊട്ടേഷൻ കൊടുക്കാം. ഇതെല്ലാം നമ്മൾ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ്. ആ തിയറി യൂസ് ചെയ്താണ് ഞാൻ ഇവിടെ സിംപ്ലിഫൈ ചെയ്തത്. n ഫാക്ടോറിയൽ എങ്ങനെ എഴുതി? n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയൽ. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു, കാരണം ഡിനോമിനേറ്ററിൽ n മൈനസ് 2 ഫാക്ടോറിയൽ ഇരിക്കുന്നു. അത് തന്നെയാണ് കാരണം. ഓക്കെ, 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയൽ അതുപോലെ എഴുതി ഇസ് ഈക്വൽ ടു 10. n മൈനസ് 2 ഫാക്ടോറിയലും n മൈനസ് 2 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്തു പോയി. ബാക്കി എന്തുകൊണ്ട് പറഞ്ഞോളൂ? n ഇൻറ്റു n മൈനസ് 1 ദാറ്റ് ഈസ് n സ്ക്വയർ, അല്ലെ? n സ്ക്വയർ മൈനസ് n. അടുത്ത് ബൈ 2, അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 10 20 എന്ന് വരും. ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് കിട്ടും? മൈനസ് 20 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? വാല്യൂ കിട്ടും. ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിക്കൂ. ആൻസർ കിട്ടിയോ? നിങ്ങൾക്കറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് വാല്യൂസ് കിട്ടി കാണും. ഒന്ന് 5, മറ്റൊന്ന് -4. n കനോട്ട് ബി നെഗറ്റീവ്. സോ n എന്ന് പറയുന്നത് എന്താണ്? 5. അതായത് p എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ട്? 5 എലമെന്റ്സ് ഉണ്ട്. അതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ പാർട്ട്. മൂന്നാമത്തെ പാർട്ട് ഈ P എന്ന് പറയുന്ന സെറ്റിന്റെ പവർ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം. P എന്ന് പറയുന്ന സെറ്റിലെ പവർ സെറ്റിന്റെ എണ്ണം നിങ്ങൾക്കറിയാം. പവർ സെറ്റിന്റെ എണ്ണം കാണുന്ന ഫോർമുല 2 റൈസ് ടു n. സോ നമ്പർ ഓഫ് പവർ സെറ്റ്സ്, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ പവർ സെറ്റ് ഓഫ് P, പവർ സെറ്റ് ഓഫ് P ഈക്വൽ ടു 2 റൈസ് ടു n. അതാണ് ഫോർമുല. വേർ n എന്ന് പറഞ്ഞാൽ 5. സോ 2 റൈസ് ടു 5 രണ്ടിന് 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 32 എന്ന് കിട്ടും. അല്ലെ? 2018 ചോദിച്ച ഈ സെക്കൻഡ് പാർട്ട് പല കുട്ടികളെയും ഒന്ന് ബുദ്ധിമുട്ടിച്ചു. കാരണം പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനും സെറ്റ് എന്ന ചാപ്റ്ററിനെ മിക്സ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഓക്കെ, നെക്സ്റ്റ് 2018 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ. 2018 ചോദിച്ചതിന് സമാനമായ മറ്റൊരു ക്വസ്റ്റ്യൻ. അവിടെ വെൻ ഡയഗ്രാം ഉപയോഗിച്ച് ഡി മോർഗൻസ് ലോ വെരിഫൈ ചെയ്യാൻ പറഞ്ഞു. ഇവിടെ ഹോസ്റ്റർ ഫോമിൽ എയും ബി തന്നിട്ട് ഡി മോർഗൻസ് ലോ വെരിഫൈ ചെയ്യാൻ ചോദിച്ചു. അതാണ് 2018 ഇംപ്രൂവ്മെന്റിലെ ക്വസ്റ്റ്യൻ. നോക്കിക്കോളൂ. u equal to 1 2 3 4 5 6 7 8 9, a equal to 2 4 6 8, b equal to 2 3 5 7. We have to verify a union b the whole complement equal to a complement intersection b complement. വെരിഫിക്കേഷൻ വന്നാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുക, ബ്രാക്കറ്റിനകത്തുള്ളത് ആദ്യം കാണുക. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് എ യൂണിയൻ ബി. വെരി സിമ്പിൾ. എയിലെയും ബിയിലെയും എല്ലാ എലമെന്റ്സ് എഴുതുക. എയിലെ എലമെന്റ്സ് ആദ്യം എഴുതുക 2 4 6 8. ദെൻ ബിയിൽ എഴുതുക അഗൈൻ 2. ഒരിക്കൽ എഴുതിയത് വീണ്ടും എഴുതണ്ട. അപ്പൊ 2 എഴുതണ്ട. 3 5 7. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബിയിൽ ഇല്ലാത്ത എലമെന്റ്സ് എഴുതുക. എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടായിരിക്കണം, ഇതിൽ പാടില്ല. വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഫോർമുല എഴുതാം, യു മൈനസ് എ യൂണിയൻ ബി. ഇതല്ലേ ഫോർമുല. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എ. അപ്പൊ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എ യൂണിയൻ ബി. അങ്ങനെ എഴുതണം നിർബന്ധമില്ല, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ യുവിൽ ഉണ്ടായിരിക്കണം, പക്ഷെ എവിടെ ഉണ്ടാകാൻ പാടില്ല? എ യൂണിയൻ ബിയിൽ ഉണ്ടാകാൻ പാടില്ല. 1 അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ അത് എഴുതണം. നെക്സ്റ്റ് 2 അവിടെയും ഉണ്ട്, ഇവിടെ ഉണ്ട്, പറ്റത്തില്ല. 3 അവിടെയും ഉണ്ട്, ഇവിടെ ഉണ്ട്, പറ്റത്തില്ല. 4 രണ്ടിടത്തുണ്ട്, പറ്റത്തില്ല. 5 രണ്ടിടത്തുണ്ട്, പറ്റത്തില്ല. 6 രണ്ട് സ്ഥലത്തുണ്ട്, പറ്റത്തില്ല. 7 രണ്ട് സ്ഥലത്തുണ്ട്, പറ്റത്തില്ല. 8 രണ്ടിടത്തുണ്ട്, പറ്റത്തില്ല. 9 അവിടെയുണ്ട്, ഇവിടെ ഇല്ല. എഴുതണം. യുവിൽ ഉണ്ടായിരിക്കണം, എന്നാൽ എ യൂണിയൻ ബിയിൽ ഇല്ലാത്ത എലമെന്റ്സ് എഴുതുമ്പോൾ എന്ത് കിട്ടും? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. ദാറ്റ് ഈസ് LHS. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടി. നെക്സ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡ് കാണണമെങ്കിൽ എ കോംപ്ലിമെന്റ് കാണണം. എന്താണ് എ കോംപ്ലിമെന്റ്? യു മൈനസ് എ. യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടായിരിക്കണം, എയിൽ ഉണ്ടാകാൻ പാടില്ല. അതായത് 2 4 6 8 പോയിട്ട് ബാക്കിയുള്ള എല്ലാ എലമെന്റ്സ് എഴുതണം. പറഞ്ഞോ, സെറ്റ് 1 3 5. 2 4 എഴുതണ്ട, 6 എഴുതണ്ട. നെക്സ്റ്റ് 7 എഴുതണം, 8 എഴുതണ്ട. പിന്നെ എന്തുണ്ട്? 9. വളരെ സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ബി കോംപ്ലിമെന്റ്. എന്ന് പറഞ്ഞാൽ 2 3 5 7 പോയിട്ട് ബാക്കി യുവിലുള്ളത് എഴുതണം. അപ്പൊ 2 3 5 6 പോയിട്ടുള്ളത് സെറ്റ് ഇട്ടിട്ട് 1 എഴുതണം, 2 എഴുതണ്ട, 3 എഴുതണ്ട, 4 എഴുതണം, 5 എഴുതണ്ട. നെക്സ്റ്റ് 6 എഴുതണം. പിന്നെ എന്താണ്? 8 എഴുതണം, 9 എഴുതണം. നെക്സ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡ് എഴുതുക. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു
രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്. ഇന്റർസെക്ഷൻ മീൻസ് എന്താണ്? രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്. നിങ്ങൾക്കറിയാം, പറഞ്ഞോ. രണ്ടിലും കോമൺ ആയിട്ടുള്ള, ഇവിടെയും ഒന്നുണ്ട് ഇവിടെയും ഒന്നുണ്ട്, അവിടെയും 9 ഉണ്ട് ഇവിടെയും 9 ഉണ്ട്. വേറെ ഏതെങ്കിലും കോമൺ ആയിട്ടുണ്ടോ? ഇല്ല. 1,9 ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. 1 ഉം 2 നോക്കുക. ഒന്നാമത്തെ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് 19, ഇവിടെയും 19. സോ റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം, therefore LHS also same. therefore from 192 നമുക്ക് എന്ത് കിട്ടി? A union B the whole complement equal to A complement intersection B complement. ഇങ്ങനെയാണ് ഡി മോർഗൻസ് ലോ വെരിഫൈ ചെയ്യുന്നത്. Another one word question same year ചോദിച്ചത്. If A and B are disjoint sets with n of A equal to 4, n of B equal to 2, then find n of A minus B. A minus B യിലെ എലമെന്റ്സിന്റെ എണ്ണം കാണണം. നിങ്ങൾക്കറിയാം n of A minus B equal to എന്താണ് ഫോർമുല? n of A minus n of A intersection B. ഫോർമുല അറിയണം. equal to എന്താണ് n of A? 4. ഇനി n of A intersection B കാണണം. അത് നിങ്ങൾക്കറിയാം. എയും ബിയും ഡിസ്ജോയിന്റ് ആണെങ്കിൽ A intersection B equal to എന്താണ്? നൾ സെറ്റ്. എയും ബിയും ഡിസ്ജോയിന്റ് ആണെങ്കിൽ A intersection B നൾ സെറ്റ്. അപ്പൊ ഇവിടെ എന്ത് വരും? n of നൾ സെറ്റ്. നൾ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം എന്താണ്? 0. ഒന്നുമില്ല. സോ 4 മൈനസ് 0 ഈക്വൽ ടു എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. സിമ്പിൾ ക്വസ്റ്റ്യൻ. 2019 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ. A equal to x such that x is a prime number less than 11. B equal to x such that x is an integer 2 less than or equal to x less than or equal to 8. First question, write C equal to A intersection B. അതായത് C എന്ന സെറ്റ് കാണണം. അതെന്താണ്? A intersection B. അത് എഴുതുക. Second part, find number of subsets of C which has 3 elements. A ഇന്റർസെക്ഷൻ ബിയിൽ കുറേയധികം സബ്സെറ്റുകൾ കാണും. ആ സബ്സെറ്റുകളിൽ 3 എലമെന്റ് ഉള്ള സബ്സെറ്റുകളുടെ എണ്ണം എത്ര? ഇത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അത് മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, 1 by 1 ആയിട്ട് ചെയ്യാം. A ഇന്റർസെക്ഷൻ ബി ആണ് കാണേണ്ടത്. അതിനുവേണ്ടി എയും ബിയും റോസ്റ്റർ ഫോമിൽ ആദ്യം എഴുതണം. നിങ്ങൾക്കറിയാം A എന്ന് പറയുന്നത് x is a prime number less than 11. 11ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ് 2, 3, 5, 7, 9 എഴുതാൻ പറ്റുമോ? ഇല്ല. 11 എഴുതാൻ പറ്റുമോ? ഇല്ല. ലെസ് ദാൻ 11 എന്നാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നല്ല ചോദിച്ചിരിക്കണേ. അപ്പോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വി ഹാവ് ടു റൈറ്റ് B. എന്താണ്? x is an integer 2 less than or equal to x less than or equal to 8. 2 ഉം 8 ഉം ഉൾപ്പെടെ അതിനിടയ്ക്കുള്ള ഇന്റിജേഴ്സ്. അഗൈൻ 2 വരും, 3 വരും, 4 വരും, 5 വരും, 6 വരും, 7 വരും, 8 വരും. ഇന്റിജർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. നെക്സ്റ്റ് ഫസ്റ്റ് പാർട്ട് C equal to എന്താണ്? A intersection B. A intersection B എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത്, പൊതുവായിട്ടുള്ളത് 2, 3, 5, 2, 3, 5, 7 രണ്ടിടത്തും ഇല്ലേ? സോ 2, 3, 5, 7 രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. സോ A intersection B കിട്ടി. ഇനി A intersection B യുടെ സബ്സെറ്റുകൾ എഴുതുമ്പോൾ എത്ര എണ്ണം കിട്ടുമായിരിക്കും? 4 എലമെന്റ് ഉണ്ട്. അപ്പൊ എന്തോരും? 2/4 16 എലമെന്റ്സ് വരും. ഈ 16 സബ്സെറ്റുകളിൽ ഏതൊക്കെ എണ്ണത്തിനാണ് 3 എലമെന്റ്സ് ഉള്ളത്? അത് ഈ 16 എണ്ണം എഴുതി നോക്കിയാൽ നമുക്ക് കിട്ടും. പക്ഷെ അത് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇത് ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ട ലോജിക്ക്, നമുക്ക് എത്ര എലമെന്റ്സ് ഉണ്ട് ഈ സെറ്റിനകത്ത്? 4 എലമെന്റ്സ് ഉണ്ട്. രണ്ടാമത്തെ പാർട്ട് കാണാൻ വേണ്ടി ഇവിടെ എന്താണ്? 4 എലമെന്റ്സ് ഉണ്ട്. നമുക്ക് 3 എലമെന്റ് ഉള്ള എത്ര സബ്സെറ്റുകൾ? 4 എലമെന്റിൽ നിന്ന് 3 എണ്ണം വെച്ച് എത്ര എണ്ണം വ്യത്യസ്തമായ രീതിയിൽ സെലക്ട് ചെയ്യാം? ദാറ്റ് ഈസ് 4C3 കോമ്പിനേഷൻ. എന്താണ്? 4 എലമെന്റ് മൊത്തമുണ്ട്. അതിൽ 3 എലമെന്റ് സെലക്ട് ചെയ്ത് എത്ര കളക്ഷൻസ്, എത്ര സബ്സെറ്റുകൾ എഴുതാം എന്ന് പറഞ്ഞാൽ 4C3. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. അങ്ങനെ കോമ്പിനേഷൻ എന്ന ഭാഷ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ്? ഒരു സാധ്യത 235, വേറൊരു സാധ്യത 237, വേറൊരു സാധ്യത 357, വേറൊരു സാധ്യത ഇവിടെ ഉണ്ട്. അതുകൂടെ കണ്ടുപിടിച്ചാൽ ആൻസർ ആയി 4 എണ്ണം. എങ്ങനെ വേണോ ചിന്തിച്ചോളൂ. ആൻസർ എഴുതണം 4 എന്ന്. നെക്സ്റ്റ് 2019 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ. A equal to x such that x is a letter in the word mathematics. B equal to x such that x is a letter in the word statistics. Find A minus B. Second part, A intersection B. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. A minus B യും A intersection B യും കാണണമെങ്കിൽ ആദ്യം A യും B യും എന്തിൽ എഴുതുക? റോസ്റ്റർ ഫോമിൽ എഴുതുക. നിങ്ങൾക്കറിയാം A എന്ന് പറയുന്ന സെറ്റ് എന്താണ്? ലെറ്റർ ഇൻ ദ വേർഡ് മാത്തമാറ്റിക്സ്. അതിനകത്തുള്ള ലെറ്റേഴ്സ് എഴുതുക കോമയിട്ട്. M, A, T, H, അടുത്ത് E, അടുത്ത് വീണ്ടും M എഴുതേണ്ട ആവശ്യമുണ്ടോ? A എഴുതേണ്ട ആവശ്യമുണ്ടോ? എഴുതിയത് വീണ്ടും എഴുതണ്ട. T, I, അടുത്ത് C. ഇവിടെ എഴുതി കഴിഞ്ഞോ? ഇല്ല. എഴുതണം. S എഴുതിയോ? ഇല്ല. ഇത്രയേ ഉള്ളൂ.
അല്ലെ? ഇതിലെ ലെറ്റേഴ്സ് കോമയായിട്ട് എഴുതുക. ഒരിക്കൽ എഴുതിയത് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ബി ഈക്വൽ ടു രണ്ടാമത്തെ സെറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഈ ലെറ്ററിലെ എന്നാണ് ഈ വേർഡിലെ ലെറ്റേഴ്സ് എസ് എഴുതുക. ടി എ വീണ്ടും ടി എഴുതണോ? വേണ്ട. ഐ അടുത്തെന്താണ്? എസ് എഴുതി കഴിഞ്ഞു. അടുത്ത സി അടുത്ത് വീണ്ടും എസ് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, വ്യത്യസ്തമായ എലമെന്റ്സ് എല്ലാം എഴുതുക. എ കിട്ടി, ബി കിട്ടി. ഇനി നിങ്ങൾ ചെയ്യും ഒന്നാമത്തെ പാർട്ട് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ എന്ന സെറ്റിൽ ഉണ്ടായിരിക്കണം, ബി എന്ന സെറ്റിൽ കാണാൻ പാടില്ല. എയിൽ ഉണ്ടായിരിക്കണം, ബിയിൽ പാടില്ല. എം എന്ന എലമെന്റ് അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടോ? ഇല്ല, അത് എഴുതണം. എ അവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്, എഴുതാൻ പറ്റത്തില്ല. എന്താണ് എ മൈനസ് ബി? ഈ സെറ്റിൽ ഉണ്ടായിരിക്കണം, ഈ സെറ്റിൽ കാണാൻ പാടില്ല, അത്രേ ഉള്ളൂ. അടുത്ത് ടി അവിടെയും ഉണ്ട്, ഇവിടെ ഉണ്ട്, പറ്റത്തില്ല. എച്ച് ആദ്യത്തെ സെറ്റിലുണ്ട്, രണ്ടാമത്തെ സെറ്റിൽ ഇല്ല, എഴുതണം. ഇ അവിടെയുണ്ട്, താഴെയുണ്ടോ? ഇല്ല, എഴുതണം. ഐ അവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്, പറ്റത്തില്ല. സി അവിടെയും ഉണ്ട്, ഇവിടെയുണ്ട്, പറ്റത്തില്ല. എസ് അവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്, പറ്റത്തില്ല. കഴിഞ്ഞു. വിച്ച് ഈസ് എ മൈനസ് ബി. അറിയത്തില്ലേ? എയിൽ ഉണ്ടായിരിക്കണം, ബിയിൽ ഇല്ലാത്തത് നോക്കി എഴുതുക. അതാണ് എ മൈനസ് ബി. സെക്കൻഡ് പാർട്ട് വെരി സിമ്പിൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എ ഇന്റർസെക്ഷൻ ബി. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? എസ് അവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്, എഴുതി. നെക്സ്റ്റ് ടി അവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്, എഴുതി. എ അവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്, എഴുതി. ഐ അവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്, എഴുതി. സി അവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്, എഴുതി. ചുരുക്കി പറഞ്ഞാൽ ബി എന്ന സെറ്റിലെ എല്ലാ എലമെന്റും എയിലുണ്ട്. അപ്പൊ ബി ഇസ് എ സബ്സെറ്റ് ഓഫ് എ എന്നൊക്കെ അറിയാലല്ലേ? അത് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. രണ്ട് പാർട്ട് കിട്ടിക്കഴിഞ്ഞില്ലേ? ഇത്രേ ഉള്ളൂ. വർഷം ചോദിച്ച മറ്റൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ. If number of proper subsets of a set is 63, then find number of elements in the set. Find number of elements in the set. നമുക്കറിയാം സബ്സെറ്റുകളുടെ എണ്ണം കാണുന്ന ഫോർമുല എന്താണ്? 2n. എന്നാൽ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ആ സെറ്റ് കുറയ്ക്കുക, ഒന്ന് കുറയ്ക്കുക. സോ പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം കാണുന്ന ഫോർമുല 2n-1 ഈക്വൽ ടു അതെന്തെന്ന് വന്നിട്ടുണ്ട്? 63. ഒരു സെറ്റിലെ പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം 63. പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം കാണുന്ന ഫോർമുല 2n-1. 2n ഈക്വൽ ടു ഇതപ്പുറത്തോളം +1 64 എന്ന് കിട്ടും. 2n ഈക്വൽ ടു 64നെ ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുക. എത്ര പ്രാവശ്യം 2 ഉണ്ട്? മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോ 2/6 എന്ന് കിട്ടും. കാരണം 2നെ 6 പ്രാവശ്യം മൾട്ടിപ്ലൈ ആണ് 64. Therefore n ഈക്വൽ ടു എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. 2019 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ചോദിച്ച മറ്റൊരു പ്രോബ്ലം. ഡ്രോ ദ വെൻ ഡയഗ്രംസ് ഓഫ് 1 A union B the whole complement. Second one A complement union B complement. വെൻ ഡയഗ്രാം വരയ്ക്കാനാണ് ചോദിച്ചത്. നിങ്ങൾക്കറിയാം വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ആദ്യം യൂണിവേഴ്സൽ സെറ്റ് വരയ്ക്കുക. വിച്ച് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു റെക്ടാംഗിൾ വഴിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ എയും ബിയും രണ്ട് സർക്കിൾസ് വഴി റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ റെക്ടാംഗിൾ വരച്ചു, രണ്ട് സർക്കിൾ വരച്ചു. എ എന്ന സെറ്റും ബി എന്ന സെറ്റും മാർക്ക് ചെയ്തു. നമുക്ക് എന്തിന്റെ വെൻ ഡയഗ്രാം ആണ് വരയ്ക്കാനുള്ളത്? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. എ യൂണിയൻ ബി ഇല്ലാത്ത പോർഷൻ ആണ് വേണ്ടത്. അപ്പൊ എന്താണ് എ യൂണിയൻ ബി എന്ന് അറിയണം. എ എന്ന സെറ്റും ബി എന്ന സെറ്റും കൂടെ ചേരുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? എ യൂണിയൻ ബി. അത് പോയിട്ട് ബാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സർക്കിളും പോയിട്ട് ബാക്കിയുള്ള പോർഷൻ, അതാണ് എന്തിന്റെ ഗ്രാഫ്? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. അതായത് ഈ രണ്ട് സർക്കിളും നമുക്ക് വേണ്ട, ബാക്കിയുള്ള പോർഷൻസ് എല്ലാം എന്ത് ചെയ്യണം? ഷെയ്ഡ് ചെയ്യണം. നിങ്ങൾക്ക് എത്രത്തോളം സൗന്ദര്യബോധമുണ്ടോ അത്രത്തോളം ഭംഗിയായി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് കയറരുത് കേട്ടോ, അതിനകത്ത് കയറാൻ പാടില്ല. വളരെ ഭംഗിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഷെയ്ഡ് ചെയ്യുക. രണ്ട് സർക്കിളിലും ഒരിക്കൽ പോലും ടച്ച് ചെയ്യാൻ പാടില്ല. ചുമ്മാ ഇങ്ങനെ കാണാൻ ഭംഗിക്കൊക്കെ വേണമെങ്കിലൊക്കെ എങ്ങനെ വേണോ നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. So which is the graph? അതായത് ഷെയ്ഡഡ് പോർഷൻ റെപ്രസെന്റ്സ് എന്താണ്? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. പിടിയിട്ടായിരുന്നോ? എന്താണ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ എന്ന സെറ്റും ബി എന്ന സെറ്റും പോയിട്ട് ബാക്കിയുള്ള പോർഷൻ ഷെയ്ഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് രണ്ടാമത്തത്, വി ഹാവ് ടു ഡ്രോ ദ വെൻ ഡയഗ്രാം ഓഫ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഇത് മനസ്സിലാക്കാൻ വേറൊരു എളുപ്പ വഴിയുണ്ട്. എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഡി മോർഗൻസ് ലോ യൂസ് ചെയ്യുമ്പോൾ ഇതെന്തിന് തുല്യമാണ്? എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റിന് തുല്യമല്ലേ? എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. അപ്പോൾ ഇത് ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് ഇത് വരും. അപ്പൊ ഇനി എന്താണ് ഇതിന് തുല്യം? ഇതല്ലേ? ഇതിന്റെ ഗ്രാഫ് വരച്ചാൽ പോരെ? അത് വളരെ സിമ്പിൾ ആണ്. എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിന് സമാനം. എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ലാത്ത പോർഷൻ,
എ ഇന്റർസെക്ഷൻ ബി പോയിട്ടുള്ള പോർഷൻ. അപ്പൊ എന്താണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് അറിയണം. എന്താണ് എ ഇന്റർസെക്ഷൻ ബി? എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള പോർഷൻ. അത് ഈ പോർഷനിലെ ആ പോർഷൻ പോയിട്ട്, അതായത് ഈ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഇത്രയാണ് അല്ലെ, ഇതാണ് എ ഇന്റർസെക്ഷൻ ബി. അത്രയും പോയിട്ട് ബാക്കിയുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ പോയിട്ട് ബാക്കിയുള്ളതെല്ലാം നിരത്തി പിരിച്ച് എന്ത് ചെയ്യണം? ഷെയ്ഡ് ചെയ്യണം. ബാക്കിയുള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഷെയ്ഡ് ചെയ്യണം. നിങ്ങൾക്ക് എത്രത്തോളം സൗന്ദര്യബോധമുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്ത് ഇതിന്റെ ഭംഗി കൂട്ടാം അല്ലെ, ഏറെ പ്രശ്നമൊന്നുമില്ല. ഏത് പോർഷൻ നിങ്ങൾ ഷെയ്ഡ് ചെയ്യാൻ പാടില്ല? ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഏതാണ്. എ ഇന്റർസെക്ഷൻ ബി ഭാഗം മാത്രം ഷെയ്ഡ് ചെയ്യാതിരിക്കുക. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി പോയിട്ട് ബാക്കി യൂണിവേഴ്സൽ സെറ്റിലുള്ള കംപ്ലീറ്റ് പോർഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഷെയ്ഡ് ചെയ്യുക. ഇത്രയുള്ള 2019 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ. In a survey of 600 students in a school, 150 students were found to be taking tea and 225 taking coffee. 100 were taking both tea and coffee. Find how many students taking neither tea nor coffee. Okay, simple ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. In a survey of 600 students, 150 students were found to be taking tea. അല്ലെ, 150 കുട്ടികൾ എന്താണ്? ടീ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ അത് കഴിക്കുന്നവരാണ്. അപ്പൊ ടീ കഴിക്കുന്നവരുടെ എണ്ണം n of t എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു. എങ്കിൽ എന്താണത്? 150. നെക്സ്റ്റ് 225 ടേക്കിംഗ് കോഫി. കോഫി കഴിക്കുന്നവർ n of c എന്ന് ഞാൻ കൊടുത്താൽ എന്ത് കിട്ടും? 225. മൊത്തം ഉള്ളത് അതാണ് യൂണിവേഴ്സൽ സെറ്റ്. അതിലെ എലമെന്റ്സ് എത്രയായിരിക്കും? n of u. മൊത്തം ആൾക്കാർ എത്രയാണുള്ളത്? 600. ഇത്രയും എഴുതാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നോ പ്രോബ്ലം. നെക്സ്റ്റ് 100 were taking both tea and coffee. രണ്ടും കഴിക്കുന്നവർ, അതായത് ഇന്റർസെക്ഷൻ ഓഫ് c and t, കോഫി ആൻഡ് tea, that is equal to എന്താണ്? 100. നമുക്ക് രണ്ടും കഴിക്കുന്ന ആൾക്കാർ 100 പേര്. ഇത് രണ്ടും കഴിക്കാത്തവർ എത്ര പേരുണ്ട്? അതാണ് ക്വസ്റ്റ്യൻ. ഹൗ മെനി സ്റ്റുഡൻസ് ടേക്കിംഗ് നെയ്തർ ടീ നോർ കോഫി? ടീയും കഴിക്കുന്നില്ല കോഫിയും കഴിക്കുന്നില്ല. അത്തരം ആൾക്കാരുടെ എണ്ണം എത്രയാണ്? അതാണ് കാണേണ്ടത്. വളരെ സിമ്പിൾ ആണ് വെൻ ഡയഗ്രാം ഉപയോഗിച്ചാൽ. അല്ലാതെയും ചെയ്യാം കേട്ടോ, ഫോർമുലാസ് ഒക്കെ ഉപയോഗിച്ച്. അതിന്റെ ആവശ്യമില്ല. വെൻ ഡയഗ്രാം ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താം. നോക്കിക്കോളൂ, ഈ പോർഷൻ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? കോഫിയും ടീയും കഴിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അതെത്രയാണ്? കോഫിയും ടീയും 100. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് എഴുതുന്നു? 100. അത് ഇന്റർസെക്ഷൻ ആണ്. നെക്സ്റ്റ് കോഫി കഴിക്കുന്ന മൊത്തം ആൾക്കാർ എത്രയാണ്? കോഫി 225. കോഫി കഴിക്കുന്ന മൊത്തം 225. അതിൽ 100 ഇവിടെ എഴുതി കഴിഞ്ഞു. അപ്പൊ ബാക്കി എത്ര ഉണ്ട്? 125. ഇപ്പൊ കോഫി കഴിക്കുന്ന മൊത്തം എത്ര? 225 ആയില്ലേ? കഴിഞ്ഞു. ഇനി അതേപോലെ ടീ കഴിക്കുന്ന മൊത്തം ആൾക്കാർ 150. ടീ കഴിക്കുന്ന മൊത്തം ആൾക്കാർ 150. അതിൽ 100 എഴുതി കഴിഞ്ഞു. ബാക്കി എത്ര ഉണ്ട്? 50. ഇപ്പോൾ കോഫി ടീ രണ്ടും കഴിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അത് എത്രയുണ്ട്? ഇതെല്ലാം കൂടെ സം ചെയ്യുക. എന്ത് കിട്ടും? 150 125 275. എന്ത് കിട്ടും? 275. അതായത് കോഫിയോ ടീയോ അല്ലെങ്കിൽ രണ്ടും കഴിക്കുന്ന ആൾക്കാരുടെ എണ്ണം എത്രയാണ്? 275. അതായത് കോഫി അല്ലെങ്കിൽ ടീ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം എത്രയാണ്? 275 ഉള്ളൂ. മൊത്തം എത്ര പേരുണ്ട്? നമുക്ക് 600 പേരുണ്ട്. അപ്പൊ ഇതൊന്നും കഴിക്കാത്തവരുടെ എണ്ണം കാണാൻ മൊത്തം എലമെന്റ്സ് 600ന്റെ എണ്ണം, യൂണിവേഴ്സൽ സെറ്റിന്റെ എലമെന്റ്സിന്റെ എണ്ണം മൈനസ് ഇതിലേതെങ്കിലും ഒന്ന് കഴിക്കുന്നവരോ രണ്ടും കഴിക്കുന്നവരോ അല്ലെ, അത് ഈ സർക്കിളിനകത്തുള്ള എണ്ണമല്ലേ, അത് കുറച്ചാൽ പോരെ. മൈനസ് 275 ഈക്വൽ ടു 325 എന്ന് പെട്ടെന്ന് കിട്ടും. എന്തെങ്കിലും വിഷയമുണ്ടോ? നോ പ്രോബ്ലം. 2020 മാർച്ചിൽ ചോദിച്ച ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. വീണ്ടും 2019 ഇംപ്രൂവ്മെന്റ് ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ, അതായത് തൊട്ട് മുന്നേ ചോദിച്ചത് ക്വസ്റ്റ്യൻ ഇൻ എ സർവേ ഓഫ് സെയിം ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ അതൊരിക്കൽ കൂടെ വീണ്ടും എഴുതുന്നില്ല. നെക്സ്റ്റ് 3 വൺ വേർഡ് ആണ്, അല്ലാതെ നമുക്ക് 2020 ചോദിച്ചത്. ഫസ്റ്റ് വൺ, ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി ദെൻ എ യൂണിയൻ ബി ഈക്വൽ ടു ഡാഷ്. എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എ എന്ന സെറ്റിലെ എല്ലാ എലമെന്റും ബിയിലുണ്ട്. അപ്പൊ യൂണിയൻ എടുക്കുമ്പോൾ എന്താണ്? വലിയ സെറ്റ് കിട്ടും. ദാറ്റ് ഈസ് എന്താണ്? എ യൂണിയൻ ബി ഈക്വൽ ടു സെറ്റ് ബി. ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി ദെൻ എ ഇന്റർസെക്ഷൻ ബി ആണ് ചോദിച്ചെങ്കിലോ ചെറിയ സെറ്റ് എഴുതണം. എങ്കിൽ ആൻസർ എന്ത് വരുമായിരുന്നു? എ എന്ന് വരുമായിരുന്നു. നിങ്ങൾക്കറിയാം. ഓക്കെ, ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, സിമ്പിൾ. രണ്ടാമത്തെ പാർട്ട്, റൈറ്റ് സെറ്റ് ബിൽഡർ ഫോം ഓഫ് ഓപ്പൺ ഇന്റർവൽ 6,12. ഇതും നിങ്ങൾക്കറിയാം. 6നും 12നും ഇടയ്ക്കുള്ള റിയൽ നമ്പേഴ്സ് ആണ് എഴുതേണ്ടത്. 6ഉം 12ഉം ഇൻക്ലൂഡഡ് അല്ല. എങ്ങനെ എഴുതും?
എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ, എക്സ് എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണ്, വേർ 6 less than x less than 12 which is the set builder form. ഇത് ക്ലോസ്ഡ് ഇന്റർവെൽ എന്നായിരുന്നു എങ്കിലോ 6 less than or equal to x less than or equal to 12 എന്ന് എഴുതണമായിരുന്നു അല്ലെ. ക്ലോസ്ഡ് മീൻസ് ഇൻക്ലൂഡിംഗ് എന്താണ് ആ ബൗണ്ടറി പോയിന്റ്സ്. ഇവിടെ എന്താണ് ഓപ്പൺ ആകുമ്പോൾ അത് വരത്തില്ല, ഓർമ്മയുണ്ടാകണം. ഓക്കെ, സിമ്പിൾ. അനദർ വൺ വേർഡ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, a equal to x such that x is a natural number, x less than 5 and x greater than 7, then find n of a. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. 3 വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. എ എന്ന സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം ഏതൊക്കെയാണ്? 5-നേക്കാളും ചെറുതായിരിക്കണം, 7-നേക്കാളും വലുതായിരിക്കണം. അങ്ങനത്തെ നാച്ചുറൽ നമ്പേഴ്സ് ഒരേ സമയം 5-നേക്കാളും ചെറുതുമായിരിക്കണം, 7-നേക്കാളും വലുതുമായിരിക്കണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? 5-നേക്കാളും ചെറുതുമാകണം, 7-നേക്കാളും വലുത്, ഒന്നും കാണത്തില്ല. സോ എ എന്ന സെറ്റിൽ ഒന്നുമില്ല, നൾ സെറ്റ് ആണ്. അപ്പൊ അതിലെ എലമെന്റ്സിന്റെ എണ്ണം എന്താണ്? 0. ഈ 3 വൺ വേർഡ് ആണ് 2020 ചോദിച്ചത്. പിന്നെ വേറൊരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കഴിഞ്ഞ നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ആ സർവേയുടെ പ്രോബ്ലം. അങ്ങനെ 6 മാർക്കിനാണ് 2020 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന് ചോദിച്ചത്. 2018 മുതൽ 2020 വരെ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ചോദിച്ച 5 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണെന്ന് എനിക്കറിയാം. തീർച്ചയായും സെറ്റ് എന്ന ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. പുതിയ പാറ്റേൺ അനുസരിച്ച് 6 മാർക്ക് വരെ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. 4 മാർക്കിനും 6 മാർക്കിനും പ്രതീക്ഷിക്കാം. കഴിഞ്ഞ വർഷം 6 മാർക്കിന് ചോദിച്ചു, അതുകൊണ്ട് ഇനിയും 6 മാർക്കൊക്കെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് അത് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. ഒപ്പം ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു, ഇംപ്രൂവ്മെന്റ് സ്പെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ 2 എപ്പിസോഡായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഭംഗിയായി പഠിച്ചതിന് ശേഷം മാത്രമേ ഈ എപ്പിസോഡ് നിങ്ങൾ കാണാവൂ. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നെക്സ്റ്റ് ഡേ പുതിയൊരു ചാപ്റ്ററുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.